നമസ്കാരം കൂട്ടുകാരെ. ഇന്നൊരു സിമ്പിൾ ഗ്രീൻ സാലഡിൻ്റെ റെസിപ്പി നമുക്ക് പരിചയപ്പെട്ടാലോ. ഇതിന് വേണ്ടത് ബേബി സ്പിനാച്ച്, ഒരു തക്കാളി, ഒരു ആപ്പിള്, പിന്നെ കുറച്ച് ടൂണ അത് ഓയിലിലുള്ള ടൂണയാണ്, ഞാൻ ഓയിലൊക്കെ കളഞ്ഞു വെച്ചേക്കാണ്. പിന്നെ ഗ്രീൻ ഒലിവ്, നമുക്ക് ഒലിവ് കുരുവൊക്കെ കളഞ്ഞ ഒലിവ് ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ കിട്ടും. പിന്നെ ഡ്രസ് ചെയ്യാനായിട്ട് ഒലിവ് ഓയിൽ, പിന്നെ ഒരു പംകിൻ സീഡ്സും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ബേസായിട്ട് നമുക്ക് ബേബി സ്പിനാച്ചിൽ തുടങ്ങാം. ബേബി സ്പിനാച്ച് ബേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് പയ്യെ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലെ ആ പോർഷൻ നമുക്ക് കളയണം കേട്ടോ. ആ കുരു പോലെ വെള്ളം എടുത്ത് അത് കളഞ്ഞ് അരിഞ്ഞ് ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അരിയാട്ടോ, എങ്ങനെ വേണമെങ്കിലും അവരവരുടെ സൗകര്യത്തിന്. ഞാൻ ഇവിടെ സ്ക്വയറായിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ആൾക്കുള്ള പോർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പകുതി ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആപ്പിള് സാധാരണ ആരും സാലഡിൽ ഉപയോഗിക്കില്ല. ഇവിടെയൊക്കെ യൂറോപ്പിൽ നന്നായിട്ട് ഉപയോഗിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ആപ്പിള് സാലഡിലിട്ട്. ഒരു ക്രഞ്ചിനെസ് ഉണ്ട് ആപ്പിളിന്. അപ്പോൾ ഒരു കുറച്ച് ആപ്പിള്. അപ്പോൾ ബേബി സ്പിനാച്ചായി, ടൊമാറ്റോ ആയി, ആപ്പിളായി. അതിട്ടു. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ഒലിവ്സ്, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഓരോന്നും ഇടാട്ടെ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ, ഞാൻ വേറൊരു കോമ്പിനേഷൻ കാണിച്ചു തരാം. ഗ്രീൻ ഒലിവ്സ് ഇട്ടു. ഇനി നമുക്ക് ടൂണയോ ചിക്കനോ അങ്ങനെ, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ പ്രോട്ടീന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെറും വെജിറ്റബിൾ ലീവ്സ് മാത്രമായി പോകുമല്ലോ. ഇപ്പോൾ ഈ ഞാനുണ്ടാക്കുന്ന ഈ സാലഡിൽ ഞാൻ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നത് ടൂണയാണ്, ഫിഷാണ്, നല്ല പ്രോട്ടീനാണ്. അപ്പോൾ ടൂണയും ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പംകിൻ സീഡ്സൊക്കെ സാലഡിലിടാൻ നല്ലതാണ് ശരിക്കും. കുറച്ച് പംകിൻ സീഡ്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ കുറച്ച് ഡ്രസ്സിങ്ങിന് വേണ്ടി കുറച്ച് ഒലിവ് ഓയിൽ നല്ലൊരു ടേസ്റ്റ് തരും സാലഡിന്. പിന്നെ നമ്മുടെ ആവശ്യത്തിന്, അവരവരുടെ ആവശ്യത്തിന് ഉപ്പും ഇടുക. ഇതാണ് സാലഡ്. നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കണേ. നല്ല ടേസ്റ്റിയാണിത്.